അതുപോലെ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ച, അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം അബ്ബാസി ഖിലാഫത്തിന്റെ അവസാന കാലഘട്ടവും, അതുപോലെ തന്നെ അദ്ദേഹം ജീവിക്കുന്ന ഈ പ്രദേശം പ്രത്യേകിച്ചും താർത്താരികളുടെ ആക്രമണത്തിനെതിരെ ഇസ്ലാമിക സമൂഹം പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും. താർത്താരികളുടെ ആക്രമണങ്ങൾ അത് ഇസ്ലാമിക ലോകത്ത് ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾക്ക് കണക്കിൽ. അപ്പൊ അന്ന് അഹ്ലുസുന്നയുടെ തന്നെ, അന്ന് മുസ്ലിങ്ങളുടെ ഈ ഡമസ്കസും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും ഒക്കെയുള്ള മുസ്ലിം ഭരണാധികാരിയായിരുന്നു വാഹിർ ബെയ്ബർസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. നല്ല ഒരു ഭരണാധികാരിയായിരുന്നു, അഹ്ലുസുന്നയിൽപ്പെട്ട ആൾ തന്നെയാണ്. താർത്താരികൾക്കെതിരെ പോരാടുന്നതിലും താർത്താരികളെ ഈ പറഞ്ഞ പ്രദേശത്തിൽ നിന്ന് തുരത്തി ഓടിക്കുന്നതിലും അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. അദ്ദേഹം ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു സേനാനായകനും ഭരണാധികാരിയുമാണ്. ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഇമാം നവവിയുടെ ജീവിത കാലഘട്ടം ഇപ്പോഴാണ്. അപ്പോൾ ഇദ്ദേഹവുമായി പലപ്പോഴും ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി കത്തിയിടപാടുകൾ നടത്തിയിട്ടുണ്ട്. പലപ്പോഴും ഇദ്ദേഹത്തിന് ഉണ്ടായ അബദ്ധങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ജനങ്ങളോട് കാണിക്കേണ്ട ഒരു ബാധ്യതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇമാം നവവി സ്വകാര്യമായ കത്തുകൾ എഴുതിയിട്ടുണ്ട്. അതിലാണ് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ പല രസകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇദ്ദേഹം പല സന്ദർഭങ്ങളിൽ ചില തെറ്റായ തീരുമാനങ്ങളുണ്ട്. അതിലൊന്ന്, ഈ ആളുകൾ യാത്ര ചെയ്യുമ്പോൾ ആരായിരുന്നാലും ഈ അദ്ദേഹത്തിന്റെ തന്നെ സാമ്രാജ്യത്തിൽ യാത്ര ചെയ്യുമ്പോൾ പലയിടത്തും ടാക്സ്, നമ്മുടെ ടോള് പോലുള്ള പല സംഗതികളും അദ്ദേഹം നടപ്പാക്കി. അപ്പൊ ഇമാം നവവിയെ പോലുള്ള ആളുകൾ അദ്ദേഹത്തിന് കത്തെഴുതി. അങ്ങനെ ജനങ്ങൾക്കിടയിൽ അങ്ങനെ സഞ്ചാരത്തിന് പോലും വേണ്ടി ഒരു സമ്പ്രദായം നടപ്പാക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി, അങ്ങനെ മുസ്ലിങ്ങളുടെ ബൈത്തുൽമാലുണ്ട്, മുസ്ലിങ്ങളുടെ സേവനങ്ങളൊക്കെ ചേർന്നിട്ടാണല്ലോ ഇസ്ലാമിക സാമ്രാജ്യം ഉണ്ട്. പിന്നെ അവരിൽ നിന്ന് ഇങ്ങനെ ഒരു എക്സ്ട്രാ ഒരു നികുതി ഈടാക്കുക നല്ലതല്ല എന്ന് ഇമാം നവവി എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഒരിക്കൽ ഡമസ്കസിൽ വന്നു. ഡമസ്കസിലുള്ള ഒരുപാട് സ്വത്തുക്കൾ, ഇത് പുറമ്പോക്ക് ഭൂമി എന്ന് പറയുന്ന ഭൂമി പോലുള്ള കുറെ സ്വത്തുക്കളായ ആളുകൾ കരുതിയിരുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അതൊക്കെ ഓരോ ആളുകളുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. പക്ഷെ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ, അതിന്റെ ചുമതലയുള്ള ഒരാൾ രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ചു, ഇതൊക്കെ പുറമ്പോക്കാണ്, ഇതൊക്കെ ഗവൺമെന്റിൻ്റെതാണ്, ഇതൊന്നും ആളുകൾ അനധികൃതമായി കയ്യേറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു, ഇതിനൊക്കെ ഒരു കൃത്യമായ ഒരു സംഗതി ഹാജരാക്കണം, ഒരു രേഖ ഹാജരാക്കണം. അപ്പൊ അന്നത്തെ കാലത്ത് ഈ രേഖകൾ ഇല്ലല്ലോ, ആധാരങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇമാം നവവി രാജാവിന് കത്തെഴുതി, ഇങ്ങനെ നിങ്ങൾ രേഖ ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും. അങ്ങനെ രേഖ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. ഭരണകൂടം അങ്ങനെ ഓരോ ഇത് വാങ്ങുമ്പോഴും അങ്ങനെ ഒരു രേഖ എല്ലാവരുടെ കയ്യിൽ ഇത് ഉണ്ടായിക്കൊള്ളുന്നില്ല, പാരമ്പര്യമായി കിട്ടിയതൊക്കെ ആകാം. അപ്പൊ ആളുകളുടെ കയ്യിലുള്ള സ്വത്താണ്. അപ്പൊ അതിന്മേൽ നിങ്ങൾ അത് പിടിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിക്കരുത്. അതിൽ നിന്നൊക്കെ ആ രാജാവ് പിന്നീട് ആ നിലപാട്, ആ ഉത്തരവ് പിൻവലിക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരിക്കൽ മുസ്ലിങ്ങളിൽ നിന്ന് മൊത്തം ആ രാജ്യത്തെ ആളുകളിൽ നിന്ന് യുദ്ധത്തിന് വേണ്ടി, യുദ്ധച്ചെലവുകൾക്ക് വേണ്ടി പ്രത്യേകം പണം പിരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അപ്പൊ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം രൂക്ഷമായി തന്നെ ഇദ്ദേഹത്തിന് ഈ കത്തുകളൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും അദ്ദേഹം പൊതുസമൂഹത്തിൽ, നാം ഇന്നലെ സൂചിപ്പിച്ചതുപോലെ പൊതുസമൂഹത്തിൽ ഇറങ്ങി രാജാവിനെതിരെ വിപ്ലവം ഉണ്ടാക്കുക എന്ന അർത്ഥത്തിൽ അദ്ദേഹമില്ല. സ്വകാര്യമായ കത്തുകളാണ്. അദ്ദേഹം കുറെ പണ്ഡിതന്മാരും ചേർന്ന് എഴുതുന്ന കത്തുകളും തന്നെ സ്വകാര്യമായ കത്തുകളാണ് എന്ന് മാത്രം. അദ്ദേഹം സ്വീകരിച്ച ശൈലി പോലും ഒരു യഥാർത്ഥ മൻഹജു സലഫ് പിന്തുടരുന്ന, യഥാർത്ഥ അഹ്ലുസുന്നയുടെ പാതയിൽ ജീവിക്കുന്ന, അത് പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വലിയൊരു പാഠമാണ്. ഇങ്ങനെ ഒരു നികുതി യുദ്ധച്ചെലവുകൾക്ക് വേണ്ടി തീരുമാനിച്ചപ്പോൾ അദ്ദേഹം കത്തെഴുതി, യുദ്ധത്തിന് വേണ്ടി, ജിഹാദിന് വേണ്ടി മുസ്ലിങ്ങളുടെ പൊതുവിൽ നിന്ന് പണം നിർബന്ധിതമായ ഒരു ടാക്സ് പോലെ പിരിച്ചെടുക്കുകയല്ല സുന്നത്ത്, അതല്ല ഇസ്ലാമിന്റെ ചര്യ. അത് പടച്ചവനോട് പ്രാർത്ഥിക്കുകയും കഴിവിന്റെ പരമാവധി ആളുകൾ കൊടുക്കുന്നു എങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ടായതുപോലെ ഒരാൾ ചെലവ് ചെയ്യുന്നു, അത് നിർബന്ധമായ ഒരു ടാക്സ് പോലെ കൃത്യമായ ഒരു എല്ലാവരും ചെയ്യണം എന്ന് പറയാൻ കഴിയില്ല. കാരണം മുസ്ലിങ്ങൾക്ക് വേറെ ബൈത്തുൽമാലുണ്ട്, മുസ്ലിങ്ങൾ അവരുടെ സക്കാത്തും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമർപ്പിക്കുന്ന പൊതു ഖജനാവുണ്ട് രാജ്യത്ത്. അപ്പൊ അതിൽ നിന്നാണ് ആദ്യം എടുക്കേണ്ടത്. അതുപോലെ തന്നെ അന്ന് രാജാവിന്റെ തന്നെ പരിചാരകന്മാരും ഭൃത്യന്മാരും അവരുടെ കഴുത്തിലും അതുപോലെ തന്നെ അവരുപയോഗിക്കുന്ന ആഭരണങ്ങൾ എടുത്താൽ തന്നെ വലിയൊരു സംഖ്യ അതിൽ ഉണ്ടാവുമല്ലോ, പിന്നെയും ജനങ്ങളിൽ നിന്ന് നിങ്ങൾ പിരിക്കരുത് എന്ന് പറഞ്ഞ് കത്തിരുന്നു. അതിന്റെ പേരിൽ ഒരു തവണ ഈ രാജാവിന് ഇമാം നവവിയോട് ദേഷ്യം തോന്നി. ഇമാം നവവി ഇങ്ങനെ പറഞ്ഞപ്പോൾ, കത്തിൽ ഇങ്ങനെ സൂചിപ്പിച്ചപ്പോൾ രാജാവിന് തോന്നി അതത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ രാജാവ് തീരുമാനിച്ചു, എന്നാൽ പിന്നെ ഇമാം നവവിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ അങ്ങ് നിർത്തിയേക്കാമെന്ന് വിചാരിച്ചു. അതാണ് നേരത്തെ പറഞ്ഞത്. ഇത് രസകരമാണ്. രാജാവ് പറഞ്ഞു, ഇനിയിപ്പോ ദാറുൽ ഹദീസ് അഷ്റഫിയിൽ നിന്നുള്ള ശമ്പളവും അതുപോലെ തന്നെ അദ്ദേഹത്തിന് കൊടുക്കുന്ന സൗകര്യങ്ങളും വാഹനങ്ങളും അദ്ദേഹത്തിന് ഒരു പണ്ഡിതന്മാർക്ക് ഭരണത്തിൽ കൊടുക്കുന്ന അലവൻസും ഒക്കെ കട്ട് ചെയ്തേക്കും. അപ്പോഴാണ് അദ്ദേഹം രസകരമായി അദ്ദേഹത്തിന്റെ മന്ത്രി അദ്ദേഹത്തെ പറഞ്ഞത്, ഇത് അലവൻസ് ഒന്നും വാങ്ങാനില്ല, ഒരു 5 പൈസ ഇതുവരെയും ഭരണകൂടത്തിൽ നിന്ന് അദ്ദേഹം പറ്റിയിട്ടില്ല, അദ്ദേഹം ചെയ്യുന്ന ജോലിക്ക് പോലും അദ്ദേഹം ശമ്പളം വാങ്ങാറില്ല. അത് കേട്ട രാജാവ് ഞെട്ടി എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ചെലവുകൾ എങ്ങനെയാണ് നടന്നു അത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ തന്നെ ഉപ്പയിൽ നിന്ന്, അദ്ദേഹത്തിന്റെ തന്നെ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന സമ്പത്തിനാണ് അദ്ദേഹം ജീവിക്കുന്നത് എന്ന് പറയുന്നു.
അപ്പൊ അതൊക്കെ ഇമാം നവവിയെ കുറിച്ചുള്ള ബോധ്യം അദ്ദേഹത്തിന്റെ രാജാവിന്റെ മനസ്സിൽ പോലും ഉയരാൻ വളരെ വലിയൊരു കാരണമായി വർത്തിച്ചു. ഈ രാജാവിന്റെ കത്തുകളിൽ പോലും നമ്മൾ പറഞ്ഞല്ലോ, രാജാക്കന്മാരെയും അതുപോലെ തന്നെ ഭരണാധികാരികളെയും നേതൃത്വത്തെയും അവരോട് ഇടപെടുമ്പോഴുള്ള അവരുടെ മുആമലത്ത് എന്താണ്, ആ വിഷയത്തിൽ തന്നെ എത്രയോ ഗ്രന്ഥങ്ങൾ മുൻഗാമികളും ആധുനികരുമായ പണ്ഡിതന്മാരൊക്കെ രചിച്ചിട്ടുണ്ട്. ഈ ഇത്തരത്തിലുള്ള ഈ ജനങ്ങളുടെ അന്യായമായ ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കാനും ഇതുപോലുള്ള പല തെറ്റായ നയങ്ങളും നടപ്പാക്കാൻ ശ്രമിച്ച രാജാവിനോട് പോലും ഇമാം നവവി തന്റെ കത്തിൽ സൂചിപ്പിക്കുന്നതായി കാണാൻ കഴിയും. വൽ മസ്ഊലു മിനൽ അമീർ, ഇത്തരം കാര്യങ്ങൾ അമീറിനോട് നാളെ പടച്ചവൻ ചോദിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണല്ലോ. അയ്യദഹുല്ലാ, അമീറിന്റെ പേര് പറയുമ്പോൾ ഇമാം നവവി അയ്യദഹുല്ലാ, അള്ളാഹു അദ്ദേഹത്തെ ശക്തിപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ, നല്ല തൗഫീഖ് കൊടുക്കട്ടെ, തഖ്ദീമഹു ഇല സുൽത്താൻ, അങ്ങനെ അദാം അല്ലാഹു ലഹുൽ ഖൈറാത്ത്, അള്ളാഹു അദ്ദേഹത്തിന് ഖൈറുകൾ നിലനിർത്തി കൊടുക്കട്ടെ. അപ്പോൾ ഒരു മനുഷ്യരെ ഭരണാധികാരി അദ്ദേഹത്തിന് കത്തെഴുതുമ്പോൾ പോലും മുൻഗാമികളൊക്കെ സ്വീകരിച്ചതുപോലെയുള്ള ആ ഒരു നിലപാട് ഇസ്ലാമിക ഭരണാധികാരികൾക്കെതിരെ വിപ്ലവം നയിക്കുകയും ആ രാജ്യം തന്നെ കുട്ടിച്ചോറാക്കുകയും ചെയ്യുന്ന ആധുനിക കാല ഖവാരിജിയത്ത് തീവ്ര നിലപാടുകളായിരുന്നില്ല പണ്ഡിതന്മാരുടെ. വേറെയും അദ്ദേഹത്തിന്റെ അടുത്ത കത്തുകളിൽ, മറ്റൊരു കത്തിൽ നാം നേരത്തെ പറഞ്ഞ 2-3 വിഷയങ്ങളുണ്ടായി. അതിൽ വേറൊരു കത്തിൽ സൂചിപ്പിക്കുന്ന കാണാൻ കഴിയും, വ നസീഹത്തുൽ ലിസ്സുൽത്താൻ, ഇത് ഞാൻ എഴുതുന്നത് നിങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ട് മാത്രം. അത് ഹദീസ് ഉദ്ധരിക്കുന്നു, അദ്ദീനു അൻ നസീഹ, ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർ ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാഹ്, ആരോടാണ് പ്രവാചകൻ? ലില്ലാഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ നേതാക്കന്മാരോട്, ഭരണാധികാരികളോട്, അവരുടെ നേതൃത്വത്തിലുള്ള ആളുകളുടെ നസീഹത്ത് കാണിക്കുക എന്നുള്ളതാണ് ദീൻ. കാരണം ഇസ്ലാമിക സമൂഹത്തിന്റെ കെട്ടുറപ്പുള്ളത് അങ്ങനെ അള്ളാഹു ഉത്തരവാദിത്തം ഏൽപ്പിച്ച് അതിങ്ങനെ നിലനിന്ന് പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് സമാധാനമായി ജീവിക്കാനും അവർക്കൊരു ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാനും കഴിയുന്നു. അത് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ കത്തെഴുതുന്നത് നിങ്ങളെ വേറെ എന്തെങ്കിലും അർത്ഥത്തിലോ അല്ല, നിങ്ങളെ പരസ്യമായി ഒരിടത്തും ഇമാം നവവി അങ്ങനെ പറഞ്ഞതായി കാണാനും കഴിയില്ല. നസീഹത്തുൽ ലിസ്സുൽത്താൻ, ഇത് സുൽത്താനുള്ള നസീഹത്താണ്. അഅസ്സല്ലാഹു അൻസാറഹു, അള്ളാഹു അദ്ദേഹത്തെ, സുൽത്താനെ സഹായിക്കുന്ന അദ്ദേഹത്തിന്റെ അനുകൂല ഘടകങ്ങളൊക്കെ അള്ളാഹു വീണ്ടും ഇസ്സത്തിലാക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. വൽ മുസ്ലിമീന കുല്ലിഹിം ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അദ്ദേഹത്തിനും മുസ്ലിങ്ങൾക്കും ഒക്കെ ഇസ്സത്ത് ഉണ്ടാവട്ടെ. ഫയജിബു അലൈക്കും ഈസാലുഹു ലിസ്സുൽത്താൻ അഅസ്സല്ലാഹു അൻസാറ, ഇങ്ങനെ അഅസ്സല്ലാഹു അൻസാറ അദാം അല്ലാഹു ലഹുൽ ഖൈറാത്ത്, ഇങ്ങനെ തുടങ്ങിയ പ്രാർത്ഥനകളുടെ വാചകങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കത്തിൽ നിരവധി കാണാൻ. അപ്പോൾ പണ്ഡിതന്മാരുടെ ചര്യയും പണ്ഡിതന്മാരുടെ അവരുടെ ഇസ്ലാമിക വിഷയങ്ങളിലും രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടുമ്പോഴൊക്കെയുള്ള ചര്യകൾ, അത് അഹ്ലുസുന്നയുടെ നിലപാട് വളരെ സുവ്യക്തമാണ്. പണ്ഡിതന്മാരുടെ ഒക്കെ ജീവിതത്തിൽ നമുക്കത് വായിച്ചെടുക്കാൻ കഴിയുന്നതുമാണ്. പലപ്പോഴും രാഷ്ട്രീയ വിഷയം എന്നുള്ളത് അങ്ങനെ പ്രത്യേകം സൂചിപ്പിക്കുകയല്ല, ഏത് വിഷയങ്ങളിലായിരുന്നാലും പൊതുവെ ആളുകൾ അതിലുള്ള ഇസ്ലാമിക നിലപാട് എന്താണ് അതിൽ സലഫുകൾ, സ്വഹാബിമാർ മുതലുള്ള ആളുകൾ നിലപാടെ സ്വീകരിച്ചത് എന്ന് നോക്കാൻ മെനക്കെടാറില്ല എന്നുള്ളതാണ്. അത് എന്തായിരുന്നാലും നമ്മുടെ മക്കളോട് ഇടപെടുന്ന ദാമ്പത്യ ജീവിതത്തിലുള്ള വിഷയങ്ങളായിരുന്നാലും, നമ്മുടെ കുടുംബത്തിന് വീട്ടിനുള്ളിലുള്ള കാര്യങ്ങളായിരുന്നാലും, 2 സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകളായിരുന്നാലും, അതിലൊക്കെ റസൂലിന്റെ മാതൃകകളുണ്ടല്ലോ. അതിലൊക്കെയും സലഫുകളുടെ കൃത്യമായ നടപടിക്രമങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട് കൃത്യമായി സൂക്ഷിച്ചു. അഹ്ലുസുന്നയുടെ നിലപാട് എന്താണ്, അത് എങ്ങനെയാണ് ആളുകൾ ഇടപെടേണ്ടത്, ഇതൊക്കെയും അതായത് ദീനി നിലപാട്, യഥാർത്ഥ ഇസ്ലാമിക നിലപാട് ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും പുലർത്താൻ നമ്മൾ പഠിക്കുകയും അത് പുലർത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നാണ് ചുരുക്കത്തിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അങ്ങനെ ഇമാം നവവിയും അതുപോലെ തന്നെ ഈ രാജാവുമായിട്ടുള്ള ഇങ്ങനെ നിരവധി സന്ദർഭങ്ങൾ, ഇതുപോലെ തന്നെ രാജാവിനെ നസീഹത്ത് ചെയ്യുന്ന, അതുപോലെ തന്നെ അവർക്ക് കത്തുകൾ അയക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നല്ല നസീഹത്തുള്ള ഒരു പണ്ഡിതനായിരുന്നു ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ. അതിൽ വേറൊരു കത്തിൽ അദ്ദേഹത്തോട് സൂചിപ്പിക്കുക, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീനോട് എത്രമാത്രം താല്പര്യമുണ്ട് എന്ന് നിങ്ങളുടെ മഹബ്ബത്തിലൂടെ നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നസീഹത്ത് നമ്മുടെ ബാധ്യതയാണല്ലോ, നിങ്ങൾക്കൊരു തെറ്റ് വരാതെ നോക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉപദേശിക്കുന്നത് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞു ദാറുൽ ഹദീസ് അൽ അഷ്റഫിയ എന്ന് പറയുന്ന ഡമസ്കസിലെ പ്രസിദ്ധമായ സ്ഥാപനം, വലിയ വലിയ പണ്ഡിതന്മാർ ഏറ്റെടുത്ത ഒരു സ്ഥാനത്തായിരുന്നു അദ്ദേഹം കാലങ്ങളോളം അദ്ദേഹത്തിന് പിന്നെ ജീവിതം മുന്നോട്ട് നയിച്ചത്. ഷാമിലെ തന്നെ, സിറിയയിലെ തന്നെ വിശിഷ്ട ഹദീസിന്റെ വിഷയത്തിൽ ഏറ്റവും നന്നായി അറിയപ്പെട്ട ഒരു സ്ഥാപനം കൂടിയായിരുന്നു. ഇമാം നവവി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജനിച്ച അന്ന് മുതൽ മരിച്ച അന്ന് വരെ കണക്കൂട്ടിയാൽ ഒരു ദിവസം ചുരുങ്ങിയ 40 പേജെങ്കിലും എഴുതിയാലേ ഇമാം നവവിയുടെ പുസ്തകങ്ങളുടെ പേജുകളുടെ എണ്ണമാകും നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇമാം നവവി നിരവധി പുസ്തകം, അതിൽ ഏറ്റവും പ്രസിദ്ധമായ നമുക്കൊക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ട പുസ്തകങ്ങൾ ഉണ്ടാവും. ഏകദേശം ഒരു ഹിജ്റ 660 തൻ്റെ ഒരു 30ാമത്തെ വയസ്സിലൊക്കെയാണ് ഇമാം നവവി എഴുത്ത് ആരംഭിക്കുന്നത്. പുസ്തകങ്ങൾ എഴുതാൻ ആരംഭിക്കുന്നത് ഒരു 30ാമത്തെ വയസ്സിലാണ്. 45-46 വയസ്സിലാണ് അദ്ദേഹം ജീവിച്ചത്. 10-15 കൊല്ലം ജീവിതത്തിൽ. കാരണം പണ്ടുള്ള പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യത്തെ ഒരു 5 കൊല്ലം പഠിച്ചു, 10 കൊല്ലം പഠിച്ചു, എന്നാൽ പിന്നെ ഒരു പുസ്തകം എഴുതി കളയാം, എന്നാൽ പിന്നെ പഠിപ്പിക്കാനായി ഒരു വലിയ സ്ഥാനത്തിരിക്കാം എന്നൊരു രീതി ആയിരുന്നില്ല അവർക്ക്.
ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് കൂടുതൽ. ആദ്യത്തെ ഒരു 10-40 വയസ്സ് വരെയൊക്കെ പഠിച്ച പണ്ഡിതന്മാരാണ് ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട വലിയ പല പണ്ഡിതർ. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സ്വഹീഹ് മുസ്ലിമിന്റെ ഷറഹാണ്. ഇമാം സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹായി ഏറ്റവും കൂടുതൽ നമ്മൾക്ക് കേട്ട് പരിചയ ഷറഹ് ഉണ്ടാവും, ഫത്ഹുൽ ബാരി എന്ന് പഠിച്ചു. അതുപോലെ അത് ബുഖാരി ഒരാൾ പഠിപ്പിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ജാമ്യയിലായാലും ലോകത്തെവിടെ ബുഖാരി സ്വഹീഹുൽ ബുഖാരി പഠിപ്പിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും ആദ്യം അവലംബിക്കുന്ന ഷറഹ് ഫത്ഹുൽ ബാരി. സ്വഹീഹ് മുസ്ലിം പഠിപ്പിക്കുകയാണെങ്കിൽ ആദ്യം അവലംബിക്കുന്ന, ലോകത്തെ ഏറ്റവും വ്യാപകമായി ലഭിക്കുന്ന ഷറഹ് മുസ്ലിം ആയിരിക്കും. ഷറഹ് മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ, മുസ്ലിമിന്റെ ഷറഹ് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഇമാം നവവിയുടെ അൽ മിൻഹാജ് എന്ന പേരുള്ള ഷറഹാണ്. അത് മുഴുവൻ ഇമാം നവവി എഴുതി പൂർത്തീകരിച്ച ഒന്നാണ്. അദ്ദേഹം പൂർത്തീകരിച്ച പുസ്തകങ്ങളുണ്ട്, പൂർത്തീകരിക്കാത്ത പുസ്തകങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ അൽ മജ്മു എന്ന് പറയുന്ന ഷാഫി ഫിഖ്ഹിലെ ഒരു ആധികാരികമായ ഗ്രന്ഥം അദ്ദേഹം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു ഒട്ടുമുക്കാലും അദ്ദേഹം, പക്ഷേ ഈ ഷറഹ് മുസ്ലിം അദ്ദേഹം പൂർത്തീകരിച്ച ഒന്നാണ്. അതുപോലെ തന്നെ റൗദത്തു ത്വാലിബീൻ വഅംദത്തുൽ മുഫ്തീൻ എന്ന് പറയുന്ന ഫിഖ്ഹിലെ ഗ്രന്ഥം അദ്ദേഹം പൂർത്തീകരിച്ച ഒന്നാണ്. മിൻഹാജ് ത്വാലിബീൻ വഅംദത്തുൽ മുഫ്തീൻ ഇത് ഫിഖ്ഹിലെ ഗ്രന്ഥമാണ്. മിൻഹാജ് ത്വാലിബീൻ എന്ന ഈ പറയുന്ന ഗ്രന്ഥം നമ്മുടെ ജാമിയ ഹിന്ദിലെയും ഡിഗ്രി ഫിഖ്ഹ് ഡിപ്പാർട്ട്മെന്റിലെ ഡിഗ്രിയിലെ സിലബസായി പഠിപ്പിക്കപ്പെടുന്ന ഷാഫിഈ ഫിഖ്ഹിലെ അടിസ്ഥാന ഗ്രന്ഥമാണ് മിൻഹാജ് ത്വാലിബീൻ. മിൻഹാജ് പഠിക്കുക എന്നാണ്, അത് നമ്മുടെ കേരളത്തിലൊക്കെ വ്യാപകമായി ആളുകൾ പഠിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. മിൻഹാജ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ മിൻഹാജാണ് ഉദ്ദേശിക്കുന്നത്, മിൻഹാജ് ത്വാലിബീൻ ഫിഖ്ഹിലെ മിൻഹാജ്. അതുപോലെ തന്നെ റിയാദുസ് സ്വാലിഹീൻ എന്ന് പറയുന്ന ഹദീസുകൾ ക്രോഡീകരിച്ച വിശിഷ്യ ഓരോ കാര്യങ്ങളുടെയും ഓരോ അമലുകളുടെയും മഹത്വങ്ങൾ, ശ്രേഷ്ഠതകൾ, ഫضലുകളൊക്കെ പറയുന്ന ഗ്രന്ഥമാണ് റിയാദുസ് സ്വാലിഹീൻ മിൻ കലാമി സയ്യിദുൽ മുർസലീൻ. അത് ഹദീസുകൾ ക്രോഡീകരിച്ച ഓരോ വിഷയാധിഷ്ഠിതമായി ക്രോഡീകരിച്ച ഗ്രന്ഥമാണ്. അതുപോലെ അത്തിബിയാൻ ഫി ആദാബി ഹമലത്തിൽ ഖുർആൻ, ഖുർആൻ ഹിഫ്ളാക്കി അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ഖുർആൻ വാഹകർക്ക് വേണ്ട മര്യാദകൾ, അതിനുവേണ്ടി അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ഖുർആനോട് ഇടപെടേണ്ട രീതികൾ, അദബുകൾ, എങ്ങനെയാണ് ഖുർആൻ പഠിക്കുക, ഖുർആൻ പഠിക്കാൻ സഹായകമാവുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് അദ്ദേഹം പുസ്തകം. അതൊക്കെ ഇന്നും നിലവിലുള്ള ആളുകൾ, വിദ്യാർത്ഥികളൊക്കെ ചെറുപ്പകാലത്ത് തന്നെ ഉപയോഗപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ അൽ ഉംദ എന്ന് പറയുന്ന കിതാബ്, ഫിഖ്ഹിൽ തന്നെ അൽ ഈദാഹു ഫിൽ മനാസിക് എന്ന് പറയുന്ന ഒരു ബൃഹത്തായ കിതാബ്, ഉസൂറുൽ ഹദീസിൽ ഹദീസ് നിദാന ശാസ്ത്രത്തിൽ ഇർഷാദു തുല്ലാബിൽ ഹഖായിഖ് എന്ന് പറയുന്ന കിതാബ്, അതുപോലെ തന്നെ ഹദീസ് നിദാന ശാസ്ത്രത്തിൽ തന്നെ അത്തഖ്രീബ് വ തൈസീർ, അതൊക്കെ ഇന്ന് ലഭ്യമായ ഗ്രന്ഥങ്ങളാണ്. അതുപോലെ തന്നെ ഒരു അടിസ്ഥാനപരമായ ഒരു മനുഷ്യൻ, ഒരു ഇസ്ലാമിക വിദ്യാർത്ഥി എന്നുള്ളതല്ല, ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി ദീന്റെ അടിസ്ഥാനങ്ങളൊക്കെ കിട്ടുന്ന, അയാൾ നിർബന്ധമായിട്ടും മനഃപ്പാടമാക്കാൻ അയാൾക്ക് സാധിക്കുന്ന 40 ഹദീസ്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഇമാം നവവിയുടെ ഒരു പുസ്തകമായി അൽ അർബഊൻ നവവിയ്യ എന്ന പേരുള്ള അൽ അർബഊൻ എന്ന് പറഞ്ഞാൽ 40 ഹദീസുകൾ. ഇമാം നവവി അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിലെ തന്നെ ഏറ്റവും കോറായ, ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കുന്ന 40 ഹദീസുകൾ ക്രോഡീകരിച്ചു. 42 ഹദീസുകൾ അത് ക്രോഡീകരിച്ചു. അത് ഇന്ന് വരെയും അദ്ദേഹം അത് ക്രോഡീകരിച്ച് വളരെ കാലം കഴിയുന്നതിന് മുമ്പ് തുടങ്ങി അത് ഇസ്ലാമിക ലോകത്ത് വളരെ പ്രചാരം കിട്ടിയ ഒരു കിതാബായി മാറി. 40 ഹദീസ് എന്ന് പറഞ്ഞാൽ 40 ഹദീസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിന്റെ വിശദീകരണവും മറ്റു കാര്യങ്ങളൊന്നുമില്ല. വളരെ ചുരുങ്ങിയ ഒരു കിതാബ്, ഒരു പോക്കറ്റ് സൈസിൽ ഒരു കുറച്ച് പേജുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പിൽക്കാലത്ത് വന്ന പ്രത്യേകിച്ച് ഇസ്ലാമിക വിദ്യാർത്ഥികളൊക്കെ ഫസ്റ്റ് ഹിഫ്ളാക്കുന്ന, ഹദീസ് മനഃപ്പാടമാക്കുമ്പോൾ ഫസ്റ്റ് ഹിഫ്ളാക്കുന്ന ഒരു കിതാബായി മാറി. ഇവിടെയും നമ്മുടെ ജാമ്യയിലൊക്കെ കുട്ടികൾ വന്ന ആ വർഷം മുതൽ പല ചെറിയ ചെറിയ കിതാബുകളും ഹിഫ്ളാക്കും. ഖുർആൻ ഹിഫ്ളാക്കുന്ന പോലെ തന്നെ ചെറിയ ചെറിയ മത്നുകൾ ഹിഫ്ളാക്കും. പല കാര്യങ്ങളും, ഇപ്പോൾ അൽമഹാറ പോലുള്ള മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ അതിലൊരു പ്രത്യേക ഇനം തന്നെയാണ് ഹിഫ്ദുൽ ഖുർആൻ പോലെ തന്നെയാണ് ഹിഫ്ദുൽ മുത്തൂൻ, കിതാബുകൾ ഹിഫ്ളാക്കുക. ഇപ്പോൾ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി നവാഖിദുൽ ഇസ്ലാം, വളരെ ചെറിയ കിതാബ്, അത് ഹിഫ്ളാക്കുന്ന ആളുകളുണ്ട്. ഉസൂലുൽ സലാത്ത് എന്ന കിതാബ്, ഖവായിദുൽ അർബ എന്ന് പറയുന്ന കിതാബ്, അതുപോലെ തന്നെ ഇമാം നവവിയുടെ അർബഊൻ നവവി, ഇതൊക്കെ തുടക്കത്തിൽ ഹിഫ്ളാക്കുന്നതാണ്. അപ്പോൾ 40 ഹദീസുകൾ, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട 40 ഹദീസുകൾ ഉണ്ടാവും. അതിൽ ആ കുട്ടിക്ക് പിന്നെ കൂടുതൽ പഠിക്കുമ്പോൾ എളുപ്പത്തിൽ അത് ഒന്ന് വായിച്ചു നോക്കാൻ പോലും മനസ്സിലെ ഹിഫ്ളായി തന്നെ നിലനിൽക്കാൻ ഇത് ഉപകാരപ്പെടും. അത് എഴുതിയത് ഇമാം നവവി റഹ്മത്തുള്ളാഹി. പല പണ്ഡിതന്മാരും 40 ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഇമാം നവവി മാത്രമല്ല, അൽ അർബഊൻ എന്ന പേരിൽ നിരവധി പണ്ഡിതന്മാർക്ക്, ഇന്നത്തെ ആധുനിക പണ്ഡിതന്മാർക്ക് പോലും കിതാബുകളുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏറ്റവും പ്രധാനമായി സുപ്രധാനമെന്ന് ബോധ്യപ്പെട്ട 40 ഹദീസ് അവർ ക്രോഡീകരിക്കും. അതിന് അങ്ങനെ ഇന്നത്തെ പണ്ഡിതന്മാർ പോലും എഴുതാറുണ്ട്. ചിലപ്പോൾ ഇന്ന വിഷയത്തിൽ അൽ അർബഊൻ ഫിൽ അഖീദ, അഖീദയിലുള്ള 40 ഹദീസ്, ആ 40 ഹദീസുകൾ ഒരാൾക്ക് ഹിഫ്ളാക്കി ഏറ്റവും പ്രധാനപ്പെട്ട 40 എണ്ണം കിട്ടി. അൽ അർബഊൻ ഫിൽ ഫിഖ്, ഇസ്ലാമിക നിയമങ്ങളുമായി കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ മാത്രം പ്രധാനപ്പെട്ട, അങ്ങനെയൊക്കെ പണ്ഡിതന്മാർ അർബഊൻ ചേർന്നു. പക്ഷേ ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട 40 ഹദീസുകൾ ഇമാം നവവിയുടെ ഇത്രയധികം പ്രചാരം കിട്ടിയതും ഇത്രയധികം ആളുകൾ മനഃപ്പാടമാക്കിയതുമായ ഒരു ഗ്രന്ഥം ഏകദേശം ജാമിഅൽ ഹിന്ദിൽ പഠിക്കുന്ന അധിക വിദ്യാർത്ഥികൾക്കും അർബഊൻ മനഃപ്പാടമായി. കാരണം അവർക്ക് സിലബസിൽ തന്നെ അതുണ്ട്, സിലബസിൽ അല്ലാതെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അർബഊൻ എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസുകളൊക്കെയും അതിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മനാഖിബു ഷാഫിഈ, അതേ ഷാഫിഈ മദ്ഹബുകാരനാണെന്ന് നമ്മൾ സൂചിപ്പിച്ചു.
ഇമാം ഷാഫിയുടെ ജീവചരിത്രം എഴുതിയ മനാഖിബുകൾ, അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള സംഭവങ്ങളും ഒക്കെ പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഓരോ പണ്ഡിതന്മാരുടെയും ജീവചരിത്രങ്ങൾ പലരും ക്രോഡീകരിക്കുകയാണ്. മനാഖിബുൽ ഇമാം എന്ന് പറഞ്ഞിട്ട് അവർ ക്രോഡീകരിക്കുകയാണ്. മനാഖിബുൽ ഇമാം ഷാഫി, മനാഖിബുൽ ഇമാം അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ ഒരു പുസ്തകം ഇമാം നവവിക്കുണ്ട്. മുഖ്തസർ ഉസ്ദുൽ ഗാബ ഫി മഅരിഫത്തി സ്വഹാബ എന്ന് പറയുന്ന സ്വഹാബികളുടെ മാത്രം ജീവചരിത്രം പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിനൊന്ന് ഷോർട്ടാക്കി അദ്ദേഹം, മുഖ്തസർ ആക്കി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ മാത്രം സൂചിപ്പിച്ചു. ഇതിലും എത്രയോ അധികം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പൂർത്തിയാക്കിയ ഗ്രന്ഥങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത്, പൂർത്തിയാക്കാത്ത ഗ്രന്ഥങ്ങൾ ഇനിയുമുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ വഫാത്ത് എന്ന് പറയുന്നത് ഹിജറ 676 676 റജബ് മാസം 25-ാം തീയതിയാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെടുന്നത്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഡമസ്കസിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഗ്രാമമായ നവായിലേക്ക് പോയി ഉപ്പയും ഉമ്മയൊക്കെ ഒന്ന് കണ്ടു. അതിനുശേഷം അദ്ദേഹത്തിന് ബൈത്തുൽ മുഖദ്ദസിൽ പോകാനൊരു പൂതി തോന്നി. അങ്ങനെ അവിടെ നിന്ന്, ഷാമിന്റെ തന്നെ ഒരു പ്രദേശമാണല്ലോ ഷാം എന്ന് പറയുന്ന വിശാലമായ സ്ഥലം, ഇന്നത്തെ സിറിയയും അത് ജോർദാന്റെ ചില ഭാഗങ്ങൾ, ഇന്നത്തെ ഫലസ്തീൻ, ഇതൊക്കെ ഉൾപ്പെടുന്ന ഭാഗത്തിനാണ് അന്നത്തെ കാലത്ത് ഷാം എന്ന് പറയും. അപ്പൊ ഈ ഷാമിന്റെ തലസ്ഥാനമാണ് ഡമസ്കസ്. ആ ഡമസ്കസിന്റെ പരിസര പ്രദേശത്താണ് നവ. അപ്പൊ ഈ നവയിൽ നിന്ന് അദ്ദേഹം 19-ാമത്തെ വയസ്സിൽ ഡമസ്കസിൽ നിന്ന് പഠിച്ചു, അവിടെ പഠിപ്പിച്ചു, കുറെ കാലം അവിടെ ജീവിച്ചു. അപ്പൊ അദ്ദേഹത്തിന് ഒരു അവസാന കാലത്ത് ഈ ഒരു മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ബൈത്തുൽ മുഖദ്ദസിൽ പോകാൻ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ പോയി മസ്ജിദുൽ അഖ്സയൊക്കെ കണ്ടു. അവിടെയുള്ള സ്ഥലങ്ങൾ, ഇന്നത്തെ ഫലസ്തീൻ ആ പ്രദേശത്തൊക്കെ പോയി. അതിനുശേഷം അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തി. വീണ്ടും നവായിൽ തന്നെ എത്തി. ഡമസ്കസിലേക്ക് പോയില്ല, അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് പോയില്ല. വീട്ടിലെത്തി വീണ്ടും ഉപ്പയും ഉമ്മയെ കണ്ടു. അപ്പോൾ ആ സമയത്താണ് അദ്ദേഹത്തിന് അസുഖം ബാധിക്കുന്നതും അദ്ദേഹം ക്ഷീണം ബാധിക്കുകയും അദ്ദേഹത്തിന് ആരോഗ്യാവസ്ഥ മോശമാവുകയും അങ്ങനെ അത് പനിയും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം മരണപ്പെടുകയും ഒക്കെ ചെയ്തു. 676 അദ്ദേഹത്തിന്റെ മരണവാർത്ത ഡമസ്കസ് നഗരത്തിൽ അറിഞ്ഞത് ഒരു വലിയ സംഭവമായിരുന്നു എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും. ഡമസ്കസ് നഗരം അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞ് ഇളകി മറിഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. പണ്ഡിതൻ ആണ്. ഡമസ്കസ് നഗരത്തിലാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും അദ്ദേഹം ചെലവഴിച്ചത്. ഡമസ്കസുകാരായ ആളുകളാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ. ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയത്. ഡമസ്കസിൽ അറിയപ്പെടുന്ന സ്ഥാപനത്തിന്റെ മേലധികാരിയും അവിടുത്തെ പ്രധാനപ്പെട്ട ഹദീസിന്റെ പണ്ഡിതനും ഒക്കെയാണ് അദ്ദേഹം. അതുപോലെ തന്നെ നിരവധി വിഷയങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ അഖീദയിൽ, അതുപോലെ തന്നെ ഫിഖ്ഹിൽ, അതുപോലെ തന്നെ ഹദീസിൽ, വിശിഷ്യ കൂടുതൽ അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ഫിഖ്ഹിലാണ്, ഷാഫിഈ മദ്ഹബിലാണ് അദ്ദേഹത്തിന് കൂടുതൽ സേവനങ്ങൾ. ഇതൊക്കെ നിർവഹിച്ച് അവർക്ക് വേണ്ടി ഡമസ്കസ് നഗരം ഒന്നാകെ അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞ ആ സമയം പല പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. ഡമസ്കസ് നഗരത്തിൽ അത് ഒരാളിനെ നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയൊരു സംഭവം ഡമസ്കസ് നഗരത്തിൽ ഉണ്ടായതുപോലെ ആളുകൾ ഇളകി മറിഞ്ഞു എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹിയുടെ ജീവചരിത്രം എഴുതിയ ആളുകൾ പറയുന്നത് കാണാം. അദ്ദേഹത്തിന്റെ പല ശിഷ്യന്മാരും, അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇബ്നുൽ അത്താർ പോലുള്ള പണ്ഡിതന്മാരൊക്കെ തൻ്റെ ഉസ്താദിനെ കുറിച്ച് മാത്രം, അദ്ദേഹത്തിന്റെ ജീവചരിത്രം മാത്രം പ്രതിപാദിക്കാൻ വേണ്ടി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. വേറെ പല ആധുനികരും പൗരാണികരുമായ ആളുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതകാലം കഴിഞ്ഞ് കുറച്ചു കാലങ്ങൾക്കുള്ളിൽ തന്നെ ഇബ്നുൽ അത്താറിനെ പോലെയുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തിന് തന്നെ ജീവചരിത്രം ക്രോഡീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവചരിത്രം മനസ്സിലാക്കാൻ നിരവധി അവലംബങ്ങളും ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ഇമാം നവവിയുടെ ജീവചരിത്രം ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ ഓരോ പണ്ഡിതന്മാരുടെ ജീവചരിത്രങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ ഒരു ജീവിതത്തിന്റെ ഗതിയും ഓരോ ആളുകൾ അവരെ സ്വാധീനിച്ചതും, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഉമ്മമാർ വളർത്തിക്കൊണ്ടുവന്ന പണ്ഡിതന്മാരെയാണ് കൂടുതൽ മനസ്സിലാക്കിയതെങ്കിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഇമാം ബുഖാരി, അതുപോലെ തന്നെ ഇമാം അഹ്മദ്, ഇമാം ഷാഫി, ഇവരൊക്കെയും ചെറുപ്പത്തിൽ ഉമ്മമാരാണ് അവരുടെ ജീവിതത്തിൽ വലിയ പങ്ക് വഹിച്ചതും വളർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ ഇമാം നവവി അദ്ദേഹത്തിന്റെ ഉപ്പയായിരുന്നു. ഉമ്മ ഇല്ല എന്നല്ല, അദ്ദേഹത്തിന്റെ ഉപ്പയായിരുന്നു കൂടുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 45-46 വയസ്സ് വരെയുള്ള ഒരു മനുഷ്യന് അപ്പോഴും ആ മനുഷ്യന്റെ സ്വന്തം മകന്റെ ചെലവുകൾ നോക്കാൻ ഒരു ഉപ്പ താല്പര്യപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്കുന്നൊരു അയ്യേ എന്നൊക്കെ തോന്നും. പക്ഷേ ജോലിയുണ്ട്, ശമ്പളം വാങ്ങില്ല. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് അദ്ദേഹത്തിന്റെ ഉമ്മയും മരണപ്പെടുന്നത്. മകൻ ജീവിച്ചിരിക്കെ മരണപ്പെടുന്നത് ആ ഉപ്പയും ഉമ്മയും അവരുടെ ജീവിതകാലത്ത് തന്നെ കണ്ടുവച്ചു. മരണം വരെ അദ്ദേഹത്തിന്റെ ചെലവുകൾ അദ്ദേഹത്തിന്റെ കുടുംബം തന്നെയാണ് നോക്കിയിരുന്നത്. അപ്പോൾ അങ്ങനെയും ഒരുപാട് പാഠങ്ങൾ ഓരോരുത്തർക്കും ഓരോ ജീവചരിത്രങ്ങൾ കേൾക്കുമ്പോൾ പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ അതിൽ നിന്ന് ഓരോരുത്തർക്കും ഓരോ നിലക്കുള്ള പാഠങ്ങളായിരിക്കും ലഭിക്കുക. ഏതായിരുന്നാലും അറിവ് നേടുന്നതിന്റെ വിഷയത്തിൽ ജീവിതം മുഴുവൻ ത്യജിച്ച ഒരു മനുഷ്യനായിരുന്നു. വിവാഹം പോലും കഴിക്കാത്ത ഒരാളായിരുന്നു ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി എന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെയും കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും എനിക്കും നിങ്ങൾക്കുമൊക്കെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ പറഞ്ഞുപോയ നമുക്ക് അറിവില്ല എങ്കിൽ അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു സംരംഭത്തിന്റെ ഭാഗമാകാൻ നമുക്ക് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു വിത്ത് നമ്മൾ ഒന്ന് നടാൻ ശ്രമിച്ചാൽ അതൊരു പക്ഷേ നാളെ ആ വിത്ത് മൂലം അതിൽ നിന്ന്
ആ വിത്ത് വളർന്നൊരു മരമായി മാറി അതിൽ നിന്നുണ്ടാകുന്ന കായികനികൾ ഇതുപോലുള്ള ഇമാം നവവിയെ പോലുള്ള പണ്ഡിതന്മാർ ഉണ്ടാകില്ല എന്ന് നമ്മളോട് ആരും പറഞ്ഞിട്ടില്ലത്. ലോകാവസാനം വരെയും ഒരുപക്ഷെ നമ്മളൊരു ഒരു 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 സ്ഥാപനം ഉണ്ടാക്കി, ഒരു സംരംഭം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ സഹായിച്ചു, ഒരു അറിവ് പ്രചരിപ്പിക്കുന്ന ഒരു സംരംഭത്തിന്റെ ഭാഗവാക്കായി അല്ലെങ്കിൽ തുടക്കക്കാരനായി, അതിൽ നാളെ ഉണ്ടാകാൻ പോകുന്ന അതിലൂടെ ഉണ്ടായി വരുന്ന ആളുകൾ എത്തരത്തിലുള്ള ആളുകളാണെന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്രത്തോളം അറിവുണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം വലിയ സമ്പത്തുണ്ട് എന്നുള്ളതോ ഒന്നുമല്ല വിഷയം. നമ്മൾ അതൊക്കെയും ഏത് മേഖലയിൽ ചെലവഴിക്കാൻ നമുക്ക് നമ്മൾ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. എന്തെങ്കിലും ഒരു സംഭാവനകൾ ആ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം നവവിയുടെ ജീവിതത്തിൽ നിന്ന് അറിവ് പഠിക്കുന്ന ഒരു ആളുകൾക്ക് ഉണ്ടാകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന്, ആ തിബ്ബ് പഠിക്കാൻ പോയ ആ സംഭവത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു മനുഷ്യൻ നിർബന്ധമായും എല്ലാ രംഗങ്ങളിലുമുള്ള പുരോഗതി, എല്ലാ രംഗങ്ങളിലും ഒന്നാമതെത്തണം എന്നതിന് പകരം ദീനി രംഗങ്ങളാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പിന്നെ ആ ദീനി രംഗത്ത് ഏറ്റവും ഉന്നതരായി മാറുക, എല്ലാം കൂടി നമ്മുടെ വരും തലമുറയുടെ പഠന വിഷയത്തിലൊക്കെ അങ്ങനെ ഒരു പിടിവാശി നമ്മൾ കാണിച്ചാൽ ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ വിപരീത ഫലമായിരിക്കും അതുകൊണ്ട് ഉണ്ടാവുക എന്നത് കൂടി നമ്മൾ അവിടെ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വഹാദ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.